നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ദി ആർട്ട് ഓഫ് കോൺകറിങ് ടെംപ്റ്റേഷൻസ്. പ്രലോഭനങ്ങളെ കീഴടക്കുന്ന കല. പ്രലോഭനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും പ്രലോഭനങ്ങളിൽ വീണുപോകാറുണ്ട്. അത് ഏതൊരു കാര്യമായാലും പ്രലോഭനം ഉണ്ടാകുന്ന സമയത്ത് അത് ചെയ്യാൻ തോന്നുകയും പക്ഷേ അതിൽ വീണുപോയാൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മെ വഴിതെറ്റിക്കാനുള്ള ഒരു കാരണമാവുകയും ചെയ്യും ഈ പ്രേരണകൾ. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള പ്രലോഭനമായാലും, ജങ്ക് ഫുഡ് കഴിക്കുന്നതിനോ അതല്ലെങ്കിൽ നമ്മളുള്ള പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അനാവശ്യമായി പല തർക്കങ്ങളിലും ഏർപ്പെടുവാനുള്ള പ്രലോഭനങ്ങളും ഇവയെല്ലാം ചെറുതായി തോന്നിയേക്കാം. പക്ഷേ അവ ശരിക്കും നമ്മെ വഴിതെറ്റിക്കും. പണം, ആരോഗ്യം, മനസ്സമാധാനം, നമ്മുടെ വിലയേറിയ സമയവും എല്ലാം നഷ്ടപ്പെടുത്തും. 1000 പേരെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവനേക്കാൾ വലിയവനാണ് സ്വയം ഉള്ളിലുള്ള യുദ്ധം പൊരുതി ചെയ്യിക്കുന്നവൻ എന്ന് ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കുണ്ടാകുന്ന പ്രലോഭനവും ഉള്ളിലുള്ള ഒരു യുദ്ധം തന്നെയാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ടെംപ്റ്റേഷനെ കുറിച്ച് പറയുന്നത് ദ ഡിസയർ ടു ഡു സംതിങ്, എസ്പെഷ്യലി സംതിങ് റോങ് ഓർ അൺവൈസ് എന്നാണ്. ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം, പ്രത്യേകിച്ച് തെറ്റായതോ വിവേകശൂന്യമായതോ ആയ എന്തെങ്കിലും. ടെംപ്റ്റേഷൻ ഉടലെടുക്കുന്നത് ഒരു പ്രത്യേക ആക്ഷൻ, അതായത് പ്രവർത്തനവുമായിട്ടോ അല്ലെങ്കിൽ ഓബ്ജക്റ്റ്, വസ്തുവുമായിട്ടോ ഉള്ള ശക്തമായ വികാരം അല്ലെങ്കിൽ ആകർഷണം കൊണ്ടാണ്. ഓസ്കാർ വൈൽഡ് ഒരിക്കൽ പറഞ്ഞു, ഐ ക്യാൻ റെസിസ്റ്റ് എവറിത്തിങ് എക്സെപ്റ്റ് ടെംപ്റ്റേഷൻ എന്ന്. എനിക്കെല്ലാം ചെറുത്തു നിൽക്കാൻ കഴിയും, പ്രലോഭനം ഒഴികെ. ഇതേക്കുറിച്ച് വ്യക്തത വരുത്താൻ ഒരു ചെറിയ കഥ പറയാം. ചിട്ടുവും മിട്ടുവും ആത്മസുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് പലയിടങ്ങളിലും യാത്ര പോകുന്നത് അവരുടെ ശീലമായിരുന്നു. ഒരിക്കൽ യാത്രക്കിടയ്ക്ക് അവർ ഒരു വൃദ്ധ സ്ത്രീയെ കാണാനിടയായി. ഇവരോട് ഇഷ്ടം തോന്നിയ സ്ത്രീ 2 പേർക്കും ഓരോ സമ്മാനം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ പെട്ടികൾക്കുള്ളിലുള്ള സമ്മാനം വിലപ്പെട്ടതാണ്. അത് പുറത്തെടുത്ത് മടിയിൽ വെച്ച് 2 കൈകളും അതിൻ്റെ മുകളിൽ വെച്ച് മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളുടെ മുമ്പിൽ ഉടൻ പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. 3 രാത്രി കഴിഞ്ഞ് 4-ാം ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ മാത്രമേ പെട്ടി തുറക്കാൻ പാടുകയുള്ളൂ എന്നും അവർ പറഞ്ഞു. ചിട്ടുവും മിട്ടുവും സസന്തോഷം സമ്മാനം വാങ്ങി നന്ദി പറഞ്ഞ് യാത്രയാകുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി മിട്ടു നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചിട്ടു പെട്ടിയെടുത്ത് പുറത്ത് നിലാവെളിച്ചത്തിൽ പോയി പതുക്കെ ആ പെട്ടി തുറന്നു. അപ്പോൾ അതിൽ കണ്ടത് ഒരു കൊട്ടത്തേങ്ങയായിരുന്നു. ആ കൊട്ടത്തേങ്ങ ഭക്തിയോടെ പുറത്തെടുത്ത് അത് മടിയിൽ വെച്ച് ഒരു നല്ല വീട് വേണം എന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ആരും അറിയാത്ത മട്ടിൽ ചിട്ടു പോയി കിടന്നുറങ്ങി. മിട്ടുവാകട്ടെ വൃദ്ധസ്ത്രീ പറഞ്ഞ വാക്ക് പാലിച്ച് 4-ാം ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പെട്ടി തുറന്നപ്പോൾ ഉള്ളിൽ കണ്ടത് ഒരു കൊട്ടത്തേങ്ങ തന്നെ. കൊട്ടത്തേങ്ങ കയ്യിലെടുത്തപ്പോൾ അതൊരു സ്ഫടികമായി മാറി. എ ബ്യൂട്ടിഫുൾ ഷൈനിങ് ക്രിസ്റ്റൽ ബോൾ. ആ സ്ഫടികം മടിയിൽ വെച്ച് 2 കൈകളും അതിൻ്റെ മുകളിൽ വെച്ച് മിട്ടു തൻ്റെ മരിച്ചുപോയ അമ്മയെ തിരികെ വേണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് അവനെ കെട്ടിപ്പിടിച്ചു. ചിട്ടുവിന് കൊട്ടത്തേങ്ങ മാത്രം ബാക്കിയായി. ചിട്ടുവിൻ്റെയും മിട്ടുവിൻ്റെയും കഥ നമുക്ക് പകർന്നു തരുന്നത് പ്രലോഭനം ഉണ്ടാക്കി വയ്ക്കുന്ന വിനയെക്കുറിച്ചുള്ള പാഠമാണ്. സാധാരണ കണ്ടുവരുന്ന ചില പ്രലോഭനങ്ങൾ നമുക്ക് നോക്കാം. 1. സസെപ്റ്റബിലിറ്റി ടു ക്വിക്ക് മണി സ്കാംസ്. പെട്ടെന്ന് പണം ഉണ്ടാക്കുവാനുള്ള വ്യഗ്രതയിൽ പല തട്ടിപ്പുകളിലും പ്രലോഭനത്താൽ നമ്മൾ ചെന്നു വീഴുന്നു. എത്രയോ കാലം കഷ്ടപ്പെട്ട് രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ടെംപ്റ്റേഷൻ കാരണം മാത്രം നഷ്ടപ്പെട്ടവർ എത്രയോ പേരുണ്ട്. 2. ക്വിക്ക് ഫിക്സ് ഹെൽത്ത് സൊല്യൂഷൻസ് ആൻഡ് മിറക്കിൾ ക്യൂർസ്. അത്ഭുത ചികിത്സകളും രോഗങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഇങ്ങനെ അശാസ്ത്രീയമായ പലതിലും നമ്മൾ അറിയാതെ തലവെച്ച് കൊടുക്കാറുണ്ട്. വിശ്വാസം കൊണ്ട് പലതും മാറിയേക്കാം, പക്ഷേ ആരോഗ്യവുമായി ബന്ധപ്പെടുമ്പോൾ ഇത് തീക്കളിയായി മാറാറുണ്ട്. 3. സക്കംബിങ് ടു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്സ് ആൻഡ് റൊമാൻറ്റിക് എൻറ്റാങ്കിൾമെൻറ്റ്സ്. അവിഹിത ബന്ധങ്ങൾക്കും പ്രണയബന്ധങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്നവരുണ്ട്. ടെംപ്റ്റേഷൻ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് എത്രയെത്ര കുടുംബങ്ങളാണ് ശിഥിലമായി പോകുന്നത്. മറ്റൊരാളോടുള്ള ഇഷ്ടം തോന്നിയ പേരിൽ ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് പോകുന്ന കുടുംബിനികളുണ്ട്. അതുപോലെ തന്നെ ഭാര്യയെയും കുട്ടികളെയും ഇട്ടേച്ചു പോകുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. 4.
excessive indulgence in overeating, including unhealthy eating and drinking habits. ഭക്ഷണത്തിൽ അമിതമായ ആസക്തി, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, ശരീരഭാരം കൂടുന്ന അവസ്ഥ, ഉറക്കപ്രശ്നങ്ങൾ, വയറ് സംബന്ധമായി വരുന്ന ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ്, ഇതെല്ലാം ഭക്ഷണത്തോടുള്ള അമിതമായ ആസക്തി കാരണമാണ്. ജങ്ക് ഫുഡ് സ്ഥിരം കഴിക്കുന്നവർ അനുഭവിക്കുന്നതും ഇത് തന്നെയാണ്. ഇതുകൂടാതെ ഗോസിപ്പിംഗ് അഥവാ പരദൂഷണം പറയാനുള്ള ടെംപ്റ്റേഷൻ, സോഷ്യൽ മീഡിയയിൽ പ്രലോഭനങ്ങൾ കാരണം അനാവശ്യമായി അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവരുടെയും വെറുപ്പ് പിടിച്ചു പറ്റുന്ന രീതികൾ എല്ലാം ടെംപ്റ്റേഷൻസിൻ്റെ ഇനത്തിൽപ്പെടും. ഇതിൽ നിന്നും പുറത്തു കടക്കാനുള്ള ചില വഴികൾ പറയാം. 1. പ്രലോഭനം ഉണ്ടാകുന്ന സമയത്ത് മനസ്സിൽ ചോദിക്കുക, പെട്ടെന്നുള്ള സുഖമാണോ വേണ്ടത്, അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള, അതായത് ലോങ് ടേം ബെനിഫിറ്റ് ആണോ വേണ്ടത് എന്ന്. പ്രലോഭനത്തിൽ വീണുപോകാനുള്ള ചിന്താധാരയെ മുറിച്ചു മാറ്റാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കും. 2. പ്രലോഭനത്തിൽ വീഴാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു യുക്തിയുണ്ടല്ലോ, ആ യുക്തി ജനാലിലൂടെ പുറത്തോട്ട് വലിച്ചെറിയുക. എനിക്ക് പെട്ടെന്ന് പണക്കാരനാകാൻ സാധിക്കും എന്നത് ഒരു ഇല്ലോജിക്കൽ ലോജിക്കാണ്. മാരകമായ രോഗങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റാൻ കഴിയുമെന്ന മിറക്കിൾ ക്യൂർ വളരെ നല്ല ആശയമാണ്. എങ്കിലും ഇതൊന്നും വിചാരിച്ച അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3. നമ്മുടെ വിൽ പവർ, അതായത് ഇച്ഛാശക്തി ഉപയോഗിച്ച് മനസ്സുകൊണ്ട് പ്രലോഭനത്തോട് പറയണം, ഈ പ്രാവശ്യം നിൻ്റെ മുന്നിൽ ഞാൻ വിടാൻ പോകുന്നില്ല എന്ന്. 4. മറ്റുള്ളവരുടെ സ്വാധീനം കാരണമാണ് നിങ്ങൾ പ്രലോഭനത്തിൽ വീഴുന്നത് എങ്കിൽ അതിൽ വീഴാതിരിക്കാനുള്ള കഴിവ് നിങ്ങൾ ആർജിച്ചെടുക്കണം. പലപ്പോഴും നന്നായി സംസാരിക്കുന്നവരുടെ വാക്കുകളാണ് നമ്മളെ വീഴ്ത്തുന്നത്. ഇനി മുതൽ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ ഓർക്കുക, നന്നായി സംസാരിക്കുന്നവർക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവ് മാത്രമേയുള്ളൂ എന്ന്. മറ്റ് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. ചിലർക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, ചിലർക്ക് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ട്, ചിലർക്ക് പഠിക്കാൻ കഴിവുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് നന്നായി സംസാരിക്കാനും കഴിവുണ്ട്. നന്നായി സംസാരിക്കുന്നവരുടെ മനസ്സ് നന്നാകണമെന്നില്ല. മറ്റൊരു കാര്യം, ഇതുപോലെ പല സംഗതികൾക്കുമുള്ള പ്രൊമോഷൻസ് ആൻഡ് സെയിൽസ് നടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അതിലൊന്നും വീഴാതിരുന്നാൽ മാത്രം മതി. ഇങ്ങനെയുള്ളവർ വൾണറബിൾ മൈൻഡ്സ് അഥവാ ദുർബലമായ മനസ്സുകളെയാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾ അതിൽ പെടാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ മാറ്റാനോ ശ്രമിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ജീവിക്കാനുള്ള വ്യഗ്രതയിൽ പലരും പലതും ചെയ്തു കൂട്ടുകയാണ്. അതുകൊണ്ട് അവരെ വെറുക്കേണ്ട, ശപിക്കേണ്ട, ശിക്ഷിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയ ശേഷം അവർക്ക് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും ബുദ്ധി. അഥവാ നോക്കിയാൽ തരക്കേടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഒരു കാര്യം ഓർക്കുക, കൂടുതൽ ആകർഷകമായ ഓഫറാണെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയമെടുത്തു വേണം എന്ത് ചെയ്യണം എന്ന തീരുമാനമെടുക്കാൻ. ഓഫർ ആകർഷണീയമല്ലെങ്കിൽ അത് കൂടുതൽ സത്യമാകാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല. അതുപോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള പ്രഷർ നിങ്ങളുടെ മേൽ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ സമയം കൂടുതൽ എടുത്ത് വേണം തീരുമാനമെടുക്കാൻ. 1-2 ആഴ്ചയോ മാസങ്ങളോ 1 വർഷമോ എടുത്ത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും അവർ വഴിമാറിപ്പോയിക്കോളും. 5-മത്തെ കാര്യം, ഇങ്ങനെയുള്ള ചില കൺട്രോൾസ് നമ്മൾ വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല അവസരങ്ങൾ നമ്മുടെ കയ്യിലൂടെ വഴുതി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ വല്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. നേട്ടങ്ങൾ കുറഞ്ഞാലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാതെ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. തോമസ് ജെഫേഴ്സൺ പറഞ്ഞത്, ഡു നോട്ട് ബൈറ്റ് അറ്റ് ദ ബെയ്റ്റ് ഓഫ് പ്ലേഷർ ടിൽ യു നോ ദർ ഇസ് നോ ഹുക്ക് ബിനീത്ത് ഇറ്റ് എന്ന്. അതായത് വിഷയസുഖത്തിൻ്റെ ചൂണ്ടയിൽ കടിക്കരുത്, അതിൻ്റെ താഴെ ഒരു കുളത്തില്ലെന്ന് ഉറപ്പാകും വരെ. അവസാനമായി, ഇതെല്ലാം ചെയ്ത ശേഷവും നിങ്ങൾ പ്രലോഭനങ്ങളിൽ വീണ് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ അത് നിങ്ങളുടെ വിധിയുടെ ഭാഗമായി സ്വീകരിച്ച് പശ്ചാത്തപിക്കാതെ മുമ്പോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. അതിലൂടെ മനസ്സമാധാനം ലഭിക്കും. ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ട ചിട്ടുവിൻ്റെയും മിട്ടുവിൻ്റെയും കഥയിൽ ചിത്രങ്ങൾ വരച്ചു തന്നത് ചിത്രകലാ അധ്യാപകനും എൻ്റെ സുഹൃത്തുമായ ശ്രീ സുധീർ കൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. അതുവരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. നന്ദി, നമസ്കാരം.